നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്തുകൊണ്ട് സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സ് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇന്നലെ അഖിൽ ഹുസൈൻ പറഞ്ഞിടത്തുണ്ട്. സഞ്ജു 54 പന്തിൽ നിന്ന് 10 ഫോറും 6 സിക്സും അടക്കം 187.04 സ്ട്രൈക്ക് റേറ്റിലാണ് 101 റൺസ് അടിക്കുന്നത്. ആ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ സ്കോർ ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. അതിനോട് അഡാപ്റ്റഡായി സഞ്ജു സ്വയം തീരുമാനമെടുത്ത് പുറത്താകില്ല, അവസാനം വരെ ക്രീസിലുണ്ടാകുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് കളിച്ചൊരു ഇന്നിങ്സിൻ്റെ ഫലമാണ് ആ സെഞ്ചുറി. അഖിൽ ഹുസൈൻ ഇന്നലെ പറഞ്ഞു, സഞ്ജു സാംസൺ അവസാനം വരെ ബാറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും അദ്ദേഹം സ്ലോ ഡൗൺ ആയി, അല്ലെങ്കിൽ സ്റ്റെപ്ഡ് ഓഫ് ദി ഗ്യാസ് എന്ന രൂപത്തിൽ കളിയുടെ മിഡിൽ ഫേസിൽ ആ രൂപത്തിലേക്കായി എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. പക്ഷേ സഞ്ജുവിനറിയാം, ഒരു സെറ്റിൽഡ് ബാറ്റർ അവിടെ ഉള്ളിടത്തോളം സമയം ഞങ്ങൾക്ക് അവസാനം എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹി ഡിഡ്, കുഡോസ് ടു ഹിം, എ ബ്രില്യൻറ്റ് 100 എന്ന് അഖിൽ ഹുസൈൻ പറഞ്ഞിടത്തുണ്ട് കാര്യം. സഞ്ജുവും അത് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ പറയുകയുണ്ടായി. ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ അവിടെ ഒരു സെറ്റിൽഡ് ബാറ്റർ ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തനിക്ക് തോന്നി, അങ്ങനെയാണ് ബാറ്റ് ചെയ്തത് എന്ന്. സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിടത്താണ് സഞ്ജുവിൻ്റെ ഈ വിജയം. അതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം ചെയ്തത് വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സഞ്ജു തന്നെ പറയുന്നുണ്ട്, 20ാമത്തെ ഓവറിന് മുമ്പ്, അതായത് CSKയുടെ 20ാമത്തെ ഓവറിന് മുമ്പ് അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് താനും അഖിൽ ഹുസൈനും തമ്മിലൊരു ചാറ്റ് നടത്തി. അതിലെടുത്ത തീരുമാനം മാക്സിമം ബോളുകൾ സഞ്ജു തന്നെ നേരിടുക എന്നുള്ളതാണ്. അതാണ് കൂടുതൽ റണ്ണടിക്കാൻ സഹായകരമാവുക എന്നതായിരുന്നു. അഖിലും അദ്ദേഹം കൂടി ആ തീരുമാനമെടുത്തു. അദ്ദേഹം അതനുസരിച്ച് കളിച്ച് സെഞ്ചുറിയിലേക്ക് പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഗെയിമിൻ്റെ സിറ്റുവേഷൻ കൃത്യമായി റീഡ് ചെയ്ത് കളിച്ച സഞ്ജുവാണ് CSKയുടെ ഈ വിജയത്തിൻ്റെ പുറകിലെ പ്രധാന ശക്തി. ഇപ്പോൾ സഞ്ജു കളിച്ചാൽ CSKക്ക് റണ്ണുണ്ട്, അല്ലെങ്കിൽ റണ്ണില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. ആയുഷ് മാത്ര പുറത്തായതോടുകൂടി ഇപ്പോൾ ഉത്തരവാദിത്വം മുഴുവനും സഞ്ജു ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലത്തെ CSKയുടെ കളി നോക്കിയാൽ അത് മനസ്സിലാവും. മറ്റാർക്കും 25 റൺസിന് മുകളിൽ പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. സഞ്ജു കളിച്ചതുകൊണ്ട് മാത്രമാണ് 200 മുകളിലേക്കുള്ള റൺസ് വന്നതും അത് മുംബൈ ഇന്ത്യൻസിന് വലിയ പ്രഷറായിട്ട് മാറിയതും. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് IPL 2026 സഞ്ജുവാണെല്ലാം അവരുടെ ബാറ്റിങ്ങിൽ എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് ഈ വർഷം അടിച്ചത് സഞ്ജു സാംസണാണ്. ഏറ്റവും അധികം ഹയസ്റ്റ് സ്കോർ അവരുടെ ടീമിന് വേണ്ടി ഹയസ്റ്റ് സ്കോർ അടിച്ചത് സഞ്ജുവാണ്. 2 സെഞ്ചുറി ഉണ്ട്. DCക്കെതിരെയാണ് ഹയസ്റ്റ് സ്കോർ വന്നത്. ബെസ്റ്റ് ബാറ്റിംഗ് ആവറേജ് ഈ സീസണിൽ CSKയുടെ നിരയിൽ സഞ്ജുവിനാണ്. ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്, ബാറ്റിങ്ങിലെ സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിനാണ്. മോസ്റ്റ് ഹൺഡ്രഡ്സ് സഞ്ജുവിനാണ്, 2 സെഞ്ചുറിയായി. മോസ്റ്റ് ഫോർസ് സഞ്ജു സാംസണാണ്. മോസ്റ്റ് സിക്സസ് സഞ്ജു സാംസണാണ്. ചുരുക്കത്തിൽ CSKയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഞ്ജു ആണ് എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലെങ്കിലും IPL ഈ ഒരു മോഡേൺ എറയിൽ സഞ്ജു ഒരു സുപ്രധാന താരം തന്നെയാണെന്ന് സമ്മതിച്ചേ പറ്റൂ. ഇപ്പോൾ T20 ചരിത്രത്തിൽ, T20I എന്നല്ല, T20 ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരുടെ ലിസ്റ്റ് എടുത്താൽ സഞ്ജു 2ാമതുണ്ട്. 1ാമത് അഭിഷേകും വിരാട് കോഹ്ലിയുമാണ്, 9 വീതം സെഞ്ചുറികൾ. 2ാമത് സഞ്ജു സാംസൺ ഇതാ സാക്ഷാൽ രോഹിത് ശർമ്മക്കൊപ്പം എത്തിയിരിക്കുന്നു, 8 സെഞ്ചുറികളായിരിക്കുന്നു. ഇനി IPL ഇന്ത്യക്കാരുടെ സെഞ്ചുറി നോക്കിയാൽ അവിടെയും സഞ്ജു 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. മോസ്റ്റ് ഹൺഡ്രഡ്സ് ബൈ ഇന്ത്യൻ പ്ലെയർ ഇൻ IPL ഹിസ്റ്ററി വിരാട് കോഹ്ലി 8 സെഞ്ചുറിയുമായിട്ട് 1ാമതാണ്. 2ാമത് KL രാഹുലിനൊപ്പം സഞ്ജു സാംസണും എത്തുന്നു, 5 വീതം സെഞ്ചുറികൾ. 3ാമതേക്ക് ശുഭ്മൻ ഗില്ലിനെ പിന്തള്ളിയിരിക്കുന്നു. സംശയമൊന്നും വേണ്ട, സഞ്ജു തീർച്ചയായിട്ടും IPL ചരിത്രത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്ററാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.